നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപന സാഹചര്യം ചർച്ച ചെയ്യാൻ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം. കുന്നംകുളത്തെ കലാപഭൂമിയാക്കാൻ മന്ത്രി എ.സി. മൊയ്തീൻ ശ്രമിക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് വി. ഗോപാലകൃഷ്ണൻ. ജനകീയ സമിതി കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വൈദിക സ്ഥാനാരോഹണം നടന്നു. എം.പി. രമ്യ ഹരിദാസിന്റെ പ്രതിനിധിയായ നബീബ് ഹസനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് യു.ഡി.എഫിന്റെ പ്രതിഷേധം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ എം.പിയുടെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ സർക്കാർ അനുമതിയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപന സാഹചര്യം ചർച്ച ചെയ്യാൻ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്നലെ ആദ്യമായി കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തെ തുടർന്ന് പഞ്ചായത്ത് തല യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് സംയുക്ത യോഗം ചേർന്നത്. പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും അറിയിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ നടപടിയെടുക്കും. പൾസ് പരിശോധിക്കുന്ന യന്ത്രം മുഴുവൻ വാർഡുകളിൽ സജ്ജമാക്കും. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ലഘുലേഖകൾ തയ്യാറാക്കി വിതരണം ചെയ്യും. രോഗവ്യാപനമുള്ള പ്രദേശം അതിനിയന്ത്രിത മേഖലയാക്കി പ്രതിരോധങ്ങൾ ശക്തിപ്പെടുത്തും. ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ പോലീസിന്റെ സഹായം തേടും. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വാർഡംഗത്തെയും ആരോഗ്യ പ്രവർത്തകരെയും ചുമതലപ്പെടുത്തി. പരിശോധനകൾക്ക് പോകുന്നതിന് ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തേടും തുടങ്ങിയവയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മൊയ്തീൻകുട്ടി, വൈസ് പ്രസിഡന്റ് എം.എസ്. സുരേഖ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിനെത്തി. കുന്നംകുളത്തെ കലാപഭൂമിയാക്കാൻ മന്ത്രി എ.സി. മൊയ്തീൻ ശ്രമിക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് വി. ഗോപാലകൃഷ്ണൻ. കുന്നംകുളം കലാപഭൂമിയാക്കുവാനാണ് മന്ത്രി എ.സി. മൊയ്തീൻ ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി. ഗോപാലകൃഷ്ണൻ. കുത്തേറ്റ സി.പി.എം. ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മരണത്തിന് വിട്ടുകൊടുത്ത സി.പി.എം. നേതൃത്വം മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഏകദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനൂപിന്റെ മരണം മന്ത്രി എ.സി. മൊയ്തീന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മന്ത്രി എ.സി. മൊയ്തീന്റെ ക്രൈം ഓഫീസിന് മുന്നിലാണ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടന്നത്. നേതാക്കളായ ഇ. ചന്ദ്രൻ, മഹേഷ് തിരുത്തിക്കാട്, പി.ജെ. ജബിൻ, സന്തോഷ് ആദൂർ, ഷിമി, ഗീത ശശി, കെ.കെ. മുരളി, ഷജീഷ് കില്ലപ്പൻ എന്നിവർ സംസാരിച്ചു. കലാപഭൂമിയാക്കി കുന്നംകുളത്തെ മാറ്റുവാൻ കുന്നംകുളം എം.എൽ.എയും മന്ത്രിയുമായിട്ടുള്ള എ.സി. മൊയ്തീൻ ശ്രമിക്കുകയാണ്. എ.സി. മൊയ്തീന്റെ ചൂണ്ടയിൽ ഞങ്ങൾ കൊത്തില്ല. ഇവിടെ ഒരു സംഘർഷമുണ്ടാവണം. ആ സംഘർഷമുണ്ടാകുമ്പോ ലൈഫ് അഴിമതിയിൽ പണം മേടിച്ച അഴിമതിക്കാരനായ മൊയ്തീന്റെ അഴിമതി ഒരു സംഘർഷത്തിൽ, കൊലപാതകത്തിൽ മൂടിവെക്കാനാണ് ഈ മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എ.സി.പി. ആയാലും ശരി, സർക്കിൾ ഇൻസ്പെക്ടർ ആയാലും ശരി, നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ജനകീയ സമിതി കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു. ലോക അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി ജനകീയ സമിതി കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. ചടങ്ങ് പഞ്ചായത്ത് അംഗം എം.എസ്. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 27 വർഷം ഹൈസ്കൂൾ അധ്യാപികയായിരുന്ന സി.വി. ലിജി ടീച്ചർ, പഴഞ്ഞി കൂടാരം നിവാസി ഷൈൻ മാസ്റ്റർ, പഴഞ്ഞി മർത്തോമ സ്കൂൾ അധ്യാപകനും പ്രധാന അധ്യാപകനുമായിരുന്ന റിട്ടയർഡ് ജെയിംസ് മാസ്റ്റർ, 36 വർഷം അധ്യാപികയായിരുന്ന പി.ഐ. അന്ന ടീച്ചർ എന്നിവരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങുകൾക്ക് ജനകീയ സമിതി കൺവീനർ സാബു ഐനൂർ അധ്യക്ഷനായി. അൻവർ ചിറയൻകാട്, സിജി സാബു എന്നിവർ നേതൃത്വം കൊടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വൈദിക സ്ഥാനാരോഹണം നടന്നു.
പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയിൽ നിന്നും വൈദിക സ്ഥാനാരോഹണം നടത്തി. ഇടവകാംഗമായ കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് കൊള്ളന്നൂർ വീട്ടിൽ വിൽസന്റെയും സിജയുടെയും മകൻ ഡീക്കൻ ഗീവർഗീസ് വിൽസനെയാണ് കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പോലീത്തായും അഹമ്മദാബാദ് ഭദ്രാസനുമായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂഡിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദിക പദവി ശുശ്രൂഷകൾ നടത്തിയത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇടവകയിൽ നിന്നും വൈദിക സ്ഥാനാരോഹണം നടക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂഡിയോസ് തിരുമേനി അധ്യക്ഷനായി. ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ പത്രോസ് പുലിക്കോട്ടിൽ, ഫാദർ സക്കറിയ കുളന്നൂർ, ഫാദർ ഗീവർഗീസ് കാട്ടിൽ, ഫാദർ ഗീവർഗീസ് വർഗീസ്, കത്തീഡ്രൽ ട്രസ്റ്റി സുമേഷ് പി വിൽസൺ, സെക്രട്ടറി ലിച്ചിൻ പി ചാക്കോ എന്നിവർ ആശംസകൾ നൽകി. ഇടവകയും ഇടവകയിലെ ആത്മീയ സംഘടനകളും റവറൻ വൈദികനെ ആദരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. MP രമ്യ ഹരിദാസിന്റെ പ്രതിനിധിയായ ലബീബ് ഹസനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് UDFന്റെ പ്രതിഷേധം. രമ്യ ഹരിദാസ് MPയുടെ പ്രതിനിധി ലബീബ് ഹസനെ താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന കുന്നംകുളം നഗരസഭ ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് താലൂക്ക് ആശുപത്രി വികസന സമിതിയിലെ UDF അംഗങ്ങൾ ആശുപത്രി കവാടത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. PCC സെക്രട്ടറി CI ഇറ്റി മാത്യു അധ്യക്ഷനായിരുന്നു. ഓൺലൈനിൽ ചെയർമാൻ വിളിച്ച യോഗം ബഹിഷ്കരിച്ചാണ് അംഗങ്ങളായ EP കമറുദ്ദീൻ, KS രാധാകൃഷ്ണൻ, സുദീപ് അച്യുതൻ എന്നിവർ സത്യാഗ്രഹ സമരം നടത്തിയത്. നേതാക്കളായ ജയ്സൺ ചാക്കോ, KV ഗീവർ, CB രാജു, TM വിജയ് എന്നിവർ സംസാരിച്ചു. MPയെ അറിയിക്കാതെ ചൊവ്വാഴ്ച വിളിച്ചു ചേർത്ത മാനേജിംഗ് കമ്മിറ്റി യോഗം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഹെൽത്ത് ഡയറക്ടർക്കും അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ആലത്തൂർ പാർലമെന്റ് അംഗമായ
കുമാരി രമ്യ ഹരിദാസിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് യോഗത്തിൻ്റെ ക്ഷണം ലഭിച്ച് ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി. എം പിയോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് എം പിയുടെ പ്രതിനിധിയെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതായിരുന്നു CPM പ്രതിനിധികളായ യോഗത്തിലെ അംഗങ്ങളുടെ നിലപാട്. ആ അംഗങ്ങളുടെ നിലപാടിന് വഴങ്ങി ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ നഗരസഭയുടെ ചെയർപേഴ്സൺ ആ യോഗം പിരിച്ചുവിടുകയാണ് ഇന്നുണ്ടായത്. എം പിയോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് ഈ യോഗം പിരിച്ചുവിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 7 അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ യോഗം വിളിച്ചു ചേർത്തത്. ലോകം മുഴുവനും കോവിഡ് മഹാമാരിയുടെ ഭയാനകമായ ഈ സാഹചര്യത്തിൽ കുന്നംകുളത്തും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് അത്യാവശ്യ ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അജണ്ടയിലുള്ളതാണ്. ആ അജണ്ടയൊന്നും ചർച്ച ചെയ്യാതെ എം പിയോടുള്ള രാഷ്ട്രീയ വിരോധം മാത്രം ലാക്കാക്കി യോഗം പിരിച്ചുവിട്ട ചെയർമാന്റെ നടപടിയിൽ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയാണ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ എംപിയുടെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ സർക്കാർ അനുമതിയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ എംപിയുടെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ സർക്കാർ അനുമതിയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വൈസ് ചെയർമാൻ PM സുരേഷും കുന്നംകുളത്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2013 മാർച്ച് 14 അന്നത്തെ UDF സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. നഗരസഭാ കൌൺസിലിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയുടെയും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയുടെയും പ്രതിനിധികളെ കൌൺസിൽ യോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. 15 അംഗങ്ങൾ മാത്രമേ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. MPയും MLAയും പ്രത്യേക ക്ഷണിതാക്കളാണ്. ക്ഷണിതാക്കൾ നിർദ്ദേശിക്കുന്ന വ്യക്തികളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഇവർക്ക് പകരം പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരമില്ല. രമ്യ ഹരിദാസ് MPയുടെ കത്തുമായി വരുന്നവരെ ഒരു കാരണവശാലും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. MP ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഇവർ സൂചിപ്പിച്ചു. ഇതിനുവേണ്ടി UDF നടത്തുന്നത് സമരാഭാസമാണ്. സമരം നടത്തുന്ന വ്യക്തിയുടെ ചാരിറ്റി സൊസൈറ്റി സംഘടന ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് വാഗ്ദാനം ചെയ്ത തുക നൽകി മാതൃക കാണിക്കാൻ തയ്യാറാകണമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന കോലാഹലങ്ങൾ അവസാനിപ്പിക്കണം. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മുന്നോട്ട് പോകും. ഉത്തരവ് ഭേദഗതി വരുത്തിയാൽ മാത്രമാണ് MPയുടെ കത്ത് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് നടത്തിയ ഇടപെടലുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി നഗരസഭയ്ക്ക് കീഴിലാണ്. നഗരസഭയുടെ ചുമതലയാണ് ആശുപത്രി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക എന്നത്. ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യപരമായ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. HMCയിൽ ആശുപത്രി സൂപ്രണ്ട് മെമ്പർ സെക്രട്ടറി മാത്രമാണെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സൂചിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ ഗംഗാധരൻ, കൌൺസിലർ KA അസീസ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സർക്കാരിന്റെ 2013 മാർച്ച് 14 വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് ഇപ്പൊ നമ്മുടെ HMC നടന്നുകൊണ്ടിരിക്കുന്നത്. ആ HMCയിലെ അംഗങ്ങളെ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോ ആ HMC കൌൺസിൽ അംഗീകരിച്ചിട്ടുള്ള HMC. ഇപ്പോഴത്തെ വിഷയം MPയുടെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കണം എന്നുള്ള ലെറ്റർ സൂപ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് എന്നും ഇന്നലെ എനിക്ക് സൂപ്രണ്ട് ആ കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള 2013 UDF ഭരിക്കുന്ന കാലത്ത് ഇറക്കിയിട്ടുള്ള ഈ സർക്കുലർ പ്രകാരം MPയും MLAയും സ്ഥലം MPയും MLAയും ക്ഷണിതാക്കളാണ്. ക്ഷണിതാക്കൾക്ക് മറ്റൊരു ക്ഷണിതാവിനെ പറഞ്ഞയക്കാനുള്ള ഉത്തരവ് ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ഈ ക്ഷണിതാക്കളും ഒഴികെ മറ്റാരും ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് കൃത്യമായിട്ട് ഇതില് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പോ MPനെ HMC യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇനി ഇത് തിരുത്തി മറ്റൊരു ഉത്തരവ് വരികയാണെങ്കിൽ നമുക്ക് അപ്പോ പങ്കെടുപ്പിക്കാം. MPയുടെ പ്രതിനിധിനെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് പ്രകാരം നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല. പഴനി കാക്കശ്ശേരി വീട്ടിൽ ടാനിഷ് ലിഞ്ചു ദമ്പതികളുടെ മകൾ ജനിറ്റ ടാനിഷിനെ 10ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മിന്നു, പാപ്പൻ, മേമ, അമ്മച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വ്യാപന സാഹചര്യം ചർച്ച ചെയ്യാൻ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം.
കുന്നംകുളത്തെ കലാപഭൂമിയാക്കാൻ മന്ത്രി AC മൊയ്തീൻ ശ്രമിക്കുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണൻ. ജനകീയ സമിതി കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു. പഴനി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വൈദിക സ്ഥാനാരോഹണം നടന്നു. MP രമ്യ ഹരിദാസിന്റെ പ്രതിനിധിയായ എബിൻ ഹസനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് UDFന്റെ പ്രതിഷേധം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ MPയുടെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ സർക്കാർ അനുമതിയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.